ശ്രീമാത്രേ നമ. ഓം ശ്രീമത്രിപുരസുന്ദര്യേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം, ഞാൻ ദേവി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ലളിതാ സഹസ്രനാമം വളരെ ലളിതമായ രീതിയിൽ തുടക്കക്കാർക്ക് എങ്ങനെ ജപിച്ചു തുടങ്ങാം എന്നതിനെ കുറിച്ചാണ്. മുന്നൊരു വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ലളിതാ സഹസ്രനാമം പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ചിട്ടയായിട്ടുള്ള ഒരു സാധന പദ്ധതിയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് നമുക്ക് ലളിത സഹസ്രനാമം തുടക്കക്കാർക്ക് എങ്ങനെയാണ് ചിട്ടയായിട്ട് ജപിച്ചു തുടങ്ങേണ്ടത്, ആ ഒരു പ്രാക്ടീസിലേക്ക്, കൺസിസ്റ്റൻസിയിലേക്ക് എങ്ങനെ എത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. ചില ചോദ്യങ്ങൾ ഞാൻ ആ വീഡിയോന്റെ താഴെ കണ്ടിരുന്നു, അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തുടക്കത്തിലേ പറഞ്ഞുകൊള്ളട്ടെ, തുടക്കക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഇത് സ്ഥിരമായിട്ട് അർത്ഥമറിഞ്ഞ് ലളിതാ സഹസ്രനാമം നിത്യം ജപിക്കുന്നവർക്കോ അല്ലെങ്കിൽ ശ്രീവിദ്യ പോലെയുള്ള പ്രാക്ടീസസ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ലളിതാ സഹസ്രനാമം ജപിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതിന് സീരിയസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഉപാസനാ പദ്ധതിയിലേക്ക് പതുക്കെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും, ചിന്തിച്ചിരിക്കുന്നവർക്കും, വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എന്താ പറയാ, നമുക്കൊക്കെ ലൈഫ് ഈസ് വെരി ഷോർട്ട്, ജീവിതം വളരെ ചെറുതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ നല്ലൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ ഈ വീഡിയോ മീനിങ് ആണ് എന്ന് സക്സസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതും. പിന്നെ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുകയാണെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹമാണ്. ഇറ്റ്സ് യുവർ ടൈം. ഇത് തുടങ്ങാൻ വേണ്ടി ദേവി പറയുന്ന പോലെ ഇത് സ്വീകരിക്കൂ. അതല്ല, എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ഞാൻ പറയുന്നതിൽ ശ്രമിക്കുകയാണെങ്കിൽ അതെന്റെ മാത്രം തെറ്റാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ക്വസ്റ്റ്യൻസ്. എപ്പോഴാണ് ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്, അല്ലെ? അതൊരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് ജപിക്കണം, എനിക്ക് ഇന്ന സമയത്ത് പറ്റില്ല, വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എക്സസൈസ് ചെയ്യണം, മക്കളുണ്ട്, കുറെ കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ലൈഫിൽ. പക്ഷേ പുലർച്ചെ ഈ ജപം, ധ്യാനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് രാവിലെ പുലർച്ചെയാണ് ഏറ്റവും നല്ല സമയം. പിന്നെ സന്ധ്യാസമയത്തും. രാവിലെ പുലർച്ചെ എന്ന് പറയുമ്പോൾ 3 മണിക്കും ഒരു 7 മണിക്കും ഇടയിലുള്ള ആ ഒരു സമയം, ആ ഒരു സമയത്ത് എന്ത് നല്ല കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതാണ്. ബ്രഹ്മമുഹൂർത്തം എന്നുള്ള ആ 45 മിനിറ്റ്സ് മാത്രമല്ല, അതിന് മുന്നേയും പിന്നെയും ഒക്കെ ഉള്ള സമയം വളരെ നല്ലതാണ്, ഉത്തമമാണ്. ഇനി രാവിലെ പറ്റില്ല, ബിസിയാണ് എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ രാവിലെ നീക്കാൻ കുറച്ച് മടിയാണ് എന്നുള്ളവർക്ക് വൈകിട്ട് ജപിക്കാം. സമയത്തിനും കാലത്തിനൊക്കെ അതീതയാണ് ദേവി. അതുകൊണ്ട് കൃത്യമായ സമയത്ത് ജപിച്ചാലേ ഫലിക്കൂ അങ്ങനെയൊന്നുമില്ല. വൈകിട്ട് ജപിക്കാൻ ശ്രമിക്കുക. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമോ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോ, ശാക്തേയ രീതികളിലൊക്കെ രാത്രിയുള്ള ദേവി ഉപാസന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് രാത്രി സമയത്തൊക്കെ ജപിക്കാം. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരിക്കലും ഒരു രാത്രി 11നും പുലർച്ചെ 3 മണിക്കും ഇടയിലുള്ള ആ ഒരു രാത്രി സമയത്തും, പിന്നെ നട്ടുച്ചയ്ക്കും, അതായത് 12 മണിക്കും 3 മണിക്കും ഇടയിലുള്ള ഒരു സമയത്തും നട്ടുച്ചയ്ക്കും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതല്ലാത്ത ഏത് സമയത്തും അവനവന് സൗകര്യം പോലെ ഒരു സമയം തിരഞ്ഞെടുത്ത് ജപിച്ചു തുടങ്ങാം. ജപത്തിലും എന്ത് സ്പിരിച്വൽ പ്രാക്ടീസസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൺസിസ്റ്റൻസിയാണ്. അപ്പൊ എന്നും കൺസിസ്റ്റന്റ് ആയിട്ട്, മുടക്കം വരാതെ എന്നും ജപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം ജപം മുടക്കരുത്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ മുടക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് എന്നും ചെയ്യാനുള്ള ആ ഒരു ഇച്ഛാശക്തി തരാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുക. പതുക്കെ 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 അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ തുടക്കത്തിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ മിസ്സാവും. അങ്ങനെ ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ കേസ് മിസ്സായാലും പേടിക്കണ്ട. പതുക്കെ നമുക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ ഭക്തി തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ആ ഒരു കൺസിസ്റ്റന്റ് പ്രാക്ടീസിലേക്കും അതിന് ശേഷമുള്ള ദേവി ഉപാസനയിലേക്കും ഒക്കെ നമ്മളെ കൊണ്ട് എത്തിക്കും. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എവിടെ ഇരുന്ന് ജപിക്കണം എന്നുള്ളത്. സ്വന്തം വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം. ഇനി പൂജാമുറിയായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടില്ല, വീട്ടിലൊരു ഡെഡിക്കേറ്റഡ് പ്ലേസ് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഏതൊരു വൃത്തിയുള്ള സ്ഥലം, ഒരു കോണൊഴിഞ്ഞ കോൺ, അധികം ആരും ശല്യമില്ലാത്ത, വീട്ടിലധികം തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സമയത്തും സ്ഥലത്തും ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. വൃത്തി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിരിച്വാലിറ്റിയിലും ജീവിതത്തിലും ഒക്കെ വൃത്തിയുള്ളത് നല്ലതാണല്ലോ. അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ടുള്ള സ്ഥലത്ത്, നല്ല ശുദ്ധമായിട്ടുള്ള അലക്കിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് ശരീരശുദ്ധി വരുത്തിയിട്ട് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു മാറ്റോ എന്താ വെച്ചാൽ വെച്ചിട്ട് ജപിക്കുക. പിന്നെ ഫോട്ടോ വേണോ, വിഗ്രഹം വേണോ?
തുടക്കക്കാര് വീടുകളിൽ വലിയ വിഗ്രഹമൊക്കെ വെച്ച് ജപം തുടങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ഫോട്ടോ അത് മതി. അതിലേക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ചിത്രം ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ച് നിലവിളക്ക് വെച്ച് ജപിച്ചു തുടങ്ങാം. പിന്നെ വീട്ടിൽ പുഷ്പങ്ങളോ അല്ലെങ്കിൽ തുളസി, പിന്നെ എന്തെങ്കിലും പ്രസാദം, നമുക്ക് പഴം, ഫ്രൂട്ട്സ് വെക്കാം, പാല് വെക്കാം. ഞാനിപ്പോൾ ഒന്ന് വെച്ചിരിക്കുന്നത് പാലാണ്. അപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ സമയം സാഹചര്യം അവനവൻ്റെ ഉചിതം അനുസരിച്ചിട്ട്. അതിലൊന്നും ദേവി ശരിക്കും നമ്മുടെ മനസ്സാണ് നോക്കുന്നത്. നമ്മുടെ മനസ്സ് എത്ര ശുദ്ധമാണോ, ഭക്തിയുടെ ആ ഒരു പരിശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ മറ്റൊന്നിനും പ്രാധാന്യമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ വളരെ ശുദ്ധമായ മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് സ്ഥിരമായിട്ട് ജപിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ലളിത സഹസ്രനാമം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് മറ്റൊരു ചോദ്യം. പിന്നെ വേറെ വളരെ കോമൺ ആയിട്ടുള്ള തുടക്കക്കാരുടെ സംശയമാണ് നോൺ വെജ് കഴിക്കാമോ? ശരിയാണ്, ലളിത സഹസ്രനാമം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള സഹസ്രനാമങ്ങളിൽ ഒന്നാണ് ലളിത സഹസ്രനാമം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൽ ബീജമന്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഒരുപാട് ബീജമന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ലളിത സഹസ്രനാമത്തിൽ. അതുകൊണ്ടാണ്. പിന്നെ ലളിത സഹസ്രനാമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വശിന്യാദി വാഗ്ദേവതകളാണ്. വാഗ്ദേവതകളാണ് വശിന്യാദി വാഗ്ദേവതകൾ തന്നെയാണ് ലളിത സഹസ്രനാമം ജപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അത്രയും പവർഫുൾ ആണ്. അപ്പൊ അതിനാ ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ അത് തുടങ്ങാനും ജപിച്ച് ശീലിക്കാനുമായിട്ട്. പക്ഷെ നോൺ വെജ് കഴിച്ചാൽ എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാൽ ജപിക്കാൻ പാടില്ലേ? ശരിക്കും നമ്മുടെ ശരീരത്തിന് വളരെ സാത്വികമായിട്ടുള്ള ആഹാരമാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഒരുപാട് ടോക്സിൻസും ഹോർമോൺസും ഒക്കെ അടിച്ചു കയറ്റിയിട്ടുള്ള നോൺ വെജ് ഭക്ഷണങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു പരിധി കവിഞ്ഞ് കഴിക്കുന്ന എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പിന്നെ അത് നമ്മുടെ ഒരു ശീലത്തിൽ പെട്ടുപോയി, മീനില്ലാതെ ചോറിറങ്ങില്ല, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അത് മുഴുവനായിട്ടും ഉപേക്ഷിക്കണം, അങ്ങനെയുള്ള ഒരു നിർബന്ധമൊന്നുമില്ല. പിന്നെ ദേവി ഉപാസനയിൽ തന്നെ പല മാർഗങ്ങളും ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള മാർഗങ്ങളിലൊക്കെ നോൺ വെജ് ദേവിക്ക് സേവിക്കുന്നവരെ അല്ലെങ്കിൽ സമർപ്പിക്കുന്നവരെയുള്ള പ്രാർത്ഥനാ പദ്ധതികളൊക്കെ ഉള്ള ഒരു ലോകമാണ് ദേവി സാധന എന്ന് പറയുന്നത്, ദേവി ഉപാസന എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നോൺ വെജ് അങ്ങനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാലേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നല്ല. പക്ഷെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ തോട്ട് പ്രോസസ്സിനും ഇമോഷണൽ വെൽബീയിങ്ങിനും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ മാറ്റി നമുക്ക് വളരെ എന്താ പറയാ, നല്ല രീതിയിൽ ഒരു ശരീരസുഖത്തിനൊക്കെ ഏറ്റവും നല്ലത് മിതമായിട്ടുള്ള നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള സസ്യാഹാരം കഴിക്കുന്നതാണ്. പറ്റുമെങ്കിൽ കൺസിഡർ ചെയ്യുക, നോൺ വെജ് കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക, കൂടുതൽ വെജിറ്റേറിയൻ പോഷക സമൃദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് ശീലിക്കുക. ഇനിയിപ്പോൾ നോൺ വെജ് നിങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒറ്റയടിക്ക് നിർത്താതിന്റെ സമയമാകുമ്പോൾ നമ്മൾ ഒരു സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓരോരോ തലങ്ങളുണ്ട്. ഓരോരോ തലങ്ങളിൽ എത്തുമ്പോൾ നോൺ വെജ് നമ്മളെ തന്നെ വിട്ടുപോകുന്ന ഒരു തലം നമ്മളെത്തും. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ബലം പ്രയോഗിച്ച് അത് നിർത്തേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നോൺ വെജ് നമുക്ക് വേണ്ടാന്ന് തോന്നും. അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവായി അങ്ങനെ പോകും. എൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട. പതുക്കെ പതുക്കെ നമുക്ക് സാധനയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. പോവേണ്ട ആവശ്യമില്ലാത്ത എല്ലാം, അത് നോൺ വെജ് എന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ, കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത ശീലങ്ങൾ, ആവശ്യമില്ലാത്തതെല്ലാം, അഹങ്കാരം, അസൂയ, ആർത്തി, ഗ്രീഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യമില്ല, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതെല്ലാം നമ്മളെ വിട്ടു പോകും. നമ്മൾ സീരിയസ് ആയിട്ടൊരു സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ആ ഉപാസനാമൂർത്തി മാറ്റി കളയും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ വെറീഡ് ആവണ്ട. തീർച്ചയായിട്ടും നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ കുളിച്ച് ശുദ്ധം വരുത്തിയിട്ട് ജപിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള വേറൊരു ചോദ്യമാണ് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ജപിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ജപിക്കാം. ഇനി ആർത്തവ സമയത്ത് ജപിച്ചാൽ ദൈവകോപം ഉണ്ടാവും. എന്ത് ചെയ്താലും ദേവി കോപിക്കും, നമുക്ക് ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ദേവിയുടെ കോപത്തിന് പാത്രമാവും, അയ്യോ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റ്. അങ്ങനെ ഇല്ല. ദേവി അല്ലെങ്കിൽ ഏതൊരു ഉപാസനാമൂർത്തിയും ഏതൊരു ദേവതകളും, അത് വൈഷ്ണവസത്തിലും ശൈവസത്തിലും എന്തിലാണെങ്കിലും ഒരു ചൈതന്യവും, ഒരു ദൈവിക ചൈതന്യവും നമ്മളെ ശിക്ഷിക്കാനോ ദ്വേഷിക്കാനോ ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല. അവ്യാജ കരുണാമൂർത്തിയാണ് ആദിപരാശക്തി ലളിതാ ത്രിപുരസുന്ദരി അല്ലെ. എങ്ങനെയാണ് അവ്യാജ കരുണാമൂർത്തി ആയിട്ടില്ല, അതായത് അത്രയും കരുണാസാഗരമായിട്ടുള്ള ദേവിക്ക് എങ്ങനെയാണ് നമ്മൾ
അശുദ്ധമായി ഒരു സ്ത്രീ പീരീഡ്സ് ആയ സമയത്ത് ജപിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാവുക? അത്രയും സില്ലിയാണോ നമ്മുടെ ദേവത? അങ്ങനെയുള്ള ഒരു ദൈവത്തിനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സ്ത്രീകൾ ധൈര്യമായിട്ട് ജപിക്കാം. വീട്ടിൽ അതിനുള്ള സാഹചര്യം സപ്പോർട്ടും ഉണ്ടെങ്കിൽ. അത് ഞാൻ പ്രത്യേകം പറയും. ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ, വയസ്സായ ആളുകൾ, മുതിർന്ന കാരണവന്മാർക്ക് അതൊരു പ്രശ്നമാണ്. ലളിതാ സഹസ്രനാമം ആർത്തവ സമയത്ത് ജപിക്കുന്നതും അല്ലെങ്കിൽ പൂജാമുറിയിൽ കയറുന്നതും വിളക്ക് വെക്കുന്നതും ഒക്കെ പ്രശ്നമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്, അല്ലെ? അപ്പോൾ അവരെ ആരോടും വാദിക്കാനോ ജയിക്കാനോ തർക്കിക്കാനോ നിൽക്കരുത്. ഈ എന്തൊരു സ്പിരിച്വൽ പ്രാക്ടീസസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത് നമ്മുടെ ഒരു പേഴ്സണൽ അഫെയർ ആണ്. നമ്മുടെ ഉപാസനാമൂർത്തി, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദേവതയും തമ്മിലുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളുടെ സ്പിരിച്വാലിറ്റി. അത് സഹോദരങ്ങളുടെ അടുത്തോ വീട്ടിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ അടുത്തോ ഒന്നും മാത്രമല്ല, ആരുടെ അടുത്തോ, ഫ്രണ്ട്സിന്റെ അടുത്തോ സോഷ്യൽ സർക്കിളിലോ ഡിസ്കസ് ചെയ്യാനോ അതിന് പറ്റുന്ന അതേ തലത്തിലുള്ള ആളുകളോടാവാം, അല്ലെങ്കിൽ ഗുരുതുല്യരായിട്ടുള്ള ആളുകളോടാവാം, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളോടാവാം. അല്ലാത്ത സാധാരണക്കാരോട് ഡിസ്കസ് ചെയ്യാനോ അവരോട് തർക്കിക്കാനോ വാദിക്കാനോ ജയിക്കാനോ ഉള്ള ഒരു കാര്യമല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് തന്നെ ആരോടും തർക്കിക്കാൻ നിൽക്കണ്ട. അവനവന് പറ്റുന്ന പോലെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആളൊഴിഞ്ഞ ഒരു സമയത്ത് ജപിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇനി ആ സമയത്ത് തുടക്കക്കാർ മുടക്കിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു 4 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ജപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഇപ്പോൾ മുടക്കിയെന്ന് വെച്ചാലും അത് കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ജപിക്കുക, അതിൽ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, വീട്ടിലുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രശ്നം, ചിലപ്പോൾ ചിലവർക്ക് ആർത്തവ സമയത്ത് ജപിക്കുന്നത് മാത്രമായിരിക്കും പ്രശ്നം. പക്ഷെ ചില ആളുകൾക്ക് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് കൺസിസ്റ്റന്റ് ആയിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് പേടി, ഇവനോ ഇവളോ, അത് ചെറുപ്പക്കാരാണെങ്കിൽ പറയും വേണ്ട, ഇനി മുഴുവൻ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവോ, ഇതാകെ പ്രശ്നമാവോ, വളരെ എന്താ പറയുക, പിന്നെ ഭൗതിക ജീവിതത്തിനോട് ഒരു താല്പര്യം ഇല്ലാതെ സ്പിരിച്വാലിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ വഴിക്ക് അങ്ങ് പോവോ, ഭക്തി മാർഗത്തിൽ പോവോ എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ദേവതകളും, അതിപ്പോ പരമേശ്വരി ആയിക്കോട്ടെ, ഭഗവാൻ ശിവൻ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, വിഷ്ണു ഭഗവാൻ, എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ ദേവതകൾക്ക് തന്നെ കുടുംബമുണ്ട്. പിന്നെ അങ്ങനത്തെ ദേവതകളെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളതോ നഷ്ടപ്പെടുവോ, അതിന് പ്രശ്നം വരുവോ ചെയ്യുന്നത്? ഇല്ല. എല്ലാം ഒരു എന്താ പറയാ, എവറിത്തിങ് ഇൻ മോഡറേഷൻ. എല്ലാം ഒരു മിതമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ, ഭക്തി ആയിക്കോട്ടെ മറ്റേത് കാര്യങ്ങളെ പോലെ മിതമായ രീതിയിൽ നമ്മളത് നിത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഗുണമേ ചെയ്യും. ഒരിക്കലും അതൊരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവോ, ദോഷം കിട്ടുവോ, പിന്നെ ഇപ്പൊ ജപിച്ച് തുടങ്ങി അത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാനൊരു 3 മാസം ജപിച്ചു എന്ന് വെക്കാം, എന്നിട്ട് പിന്നെ മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ട് ഞാൻ നിർത്തി, എന്ത് സംഭവിക്കും എനിക്ക്? ഞാൻ അടുത്ത ജന്മത്തിൽ ഞാൻ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് ഞാൻ പിക്കപ്പ് ചെയ്ത് ഞാൻ എൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് അടുത്ത ജന്മം തുടരും. അത്രേ ഉള്ളൂ. നമ്മൾ മറന്നാലും നമ്മുടെ ഉപാസനമൂർത്തി നമ്മളെ മറക്കില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആകെയുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ ചെയ്ത ജപവും തപവും സാധനയും ഒക്കെ മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അപ്പൊ ആത്മാവ് ഇത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി എല്ലാം അവിടെ ഇട്ടിട്ട് പോകണം. ഫാമിലി, ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം, നമ്മുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ലക്ഷറി, കാറ്, വീട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിച്ച് പോകണം. പക്ഷെ ഒന്ന് നമ്മൾ കൊണ്ടുപോകും, നമ്മൾ ചെയ്ത ജപവും തപവും നല്ല കാര്യങ്ങൾ, സുഹൃതം, അത് കൊണ്ടുപോകും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം എന്നും മാറ്റിവെക്കുക. അപ്പോൾ അടുത്ത ജന്മത്തിൽ നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ നമ്മുടെ ഉപാസനയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, വീട്ടിൽ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആരോടും തർക്കിക്കാൻ നിൽക്കാതെ അവനവൻ്റെതായ രീതിയിൽ നിത്യം ജപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ വന്നൊരു ചോദ്യമാണ് ആ വീഡിയോ, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ വന്നൊരു ചോദ്യം, 4 വരി ജപിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് ജപിക്കാൻ സമയമുള്ളൂവെങ്കിൽ അത്ര ജപിച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷെ എപ്പോഴും മുഴുവനായിട്ട് ജപിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദേവിയെ മനസ്സിൽ വളരെ ആത്മാർത്ഥമായിട്ട് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവിയുടെ ആ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മനസ്സിലെടുത്ത് വെച്ചതിന് ശേഷം ദേവി ഇങ്ങനെ വർണ്ണിക്കുകയാണല്ലേ. അപ്പൊ ആ ദേവിയുടെ ഗുണങ്ങളെയാണ്, ദേവിയുടെ രൂപഭംഗിയിൽ പുറകിൽ ഒളിച്ചിരിക്കുന്ന ദേവിയുടെ ആ ഗുണങ്ങളെയാണ് നമ്മൾ കൂടുതൽ ധ്യാനിക്കുന്നത്. അങ്ങനെ ധ്യാനിച്ച് സ്തുതിച്ച് വരുമ്പോൾ നമ്മൾ പകുതി എത്തി നിർത്തിയിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മുഴുവനായിട്ട് ജപിക്കാൻ ഒരു 38 മിനിറ്റ്സ് 40 മിനിറ്റ്സിന്റെ ഉള്ളിൽ ജപിക്കാവുന്നതേ ഉള്ളൂ ലളിത സഹസ്രനാമം. ഋഷി ഛന്ദസ് ഒക്കെ ആവുകയാണെങ്കിൽ ഒരു 40 മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു ഡെഡിക്കേറ്റഡ് സമയം നമ്മൾ എന്നും ആരും, അതാണ് രാവിലെ
എപ്പോഴും നേരത്തെ നീച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഉറങ്ങുമായിരിക്കും. ആ സമയത്ത് നമുക്ക് സൗകര്യമായിട്ട് ഇത് ജപിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആ ഒരു രാവിലെ നേരത്തെ അവനവന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത് അത് മുഴുവനും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സമയമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, ജസ്റ്റ് ഇൻ കേസ് എങ്ങാനും നമുക്കിപ്പോൾ ഒരാൾ വന്നു വീട്ടിൽ, വേറെ ആരും എണീറ്റ് പോയി വാതിൽ തുറക്കേണ്ടി വന്നു, ഗസ്റ്റ് വന്നു, അങ്ങനെയൊക്കെയുള്ള നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ എന്ത് വേണം, രണ്ടാമത് വന്ന് ഇരുന്നിട്ട് വീണ്ടും ജപിക്കാൻ തുടങ്ങും. ഇടയിൽ മുടങ്ങിപ്പോയാലും കുഴപ്പമില്ല, ആദ്യം മുതൽ വീണ്ടും ജപിക്കാം. പിന്നെ 4 ഇപ്പൊ ധ്യാന ശ്ലോകം മാത്രമേ ജപിക്കാനുള്ള സമയമുള്ളൂ, 4 വരി മാത്രമേ ജപിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രങ്ങൾ മാത്രം എടുത്ത് ജപിക്കുകയാണെങ്കിൽ അതിലൊന്നും തെറ്റില്ല. ദേവിയെ ഉപാസിക്കുന്ന ഒരു സമയത്ത് അതിൽ തെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ദേവി കൈ പിടിച്ചു കൊണ്ടുപോകും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദേവിയല്ലേ വിളിക്കുന്നത്, ആ ദേവിക്ക് അറിയില്ലേ നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തൊക്കെയാ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്? നമ്മൾ പീരീഡ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ കുളിച്ച് ജപിക്കണം. വളരെ വളരെ സില്ലി ആയിട്ട് തോന്നുമെങ്കിലും അതൊരു സംശയമാണ് ആളുകൾക്ക്. തല കുളിക്കണം എന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ നോൺ വെജിറ്റേറിയനും അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ജീവിതം അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ തല കുളിച്ച് ശുദ്ധം വരുത്തിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല, പ്യുർ വെജിറ്റേറിയൻ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ശരീരം ശുദ്ധമാണെന്ന് അവനവന് തന്നെ ബോധ്യമുള്ള ഒരു സമയമാണെങ്കിൽ മേല് കഴുകി നിങ്ങൾ ജപിച്ചാലും അസുഖം. ഇപ്പം സൈനസൈറ്റിസ് ഉണ്ട്, എന്നും തല കുളിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരാളാണ്, തലവേദന മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്, തല കുളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മേല് കഴുകി വൃത്തിയായിട്ട് ഇന്ന് ജപിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും ഇതിന്റെ ചിട്ടവട്ടങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സും നമ്മൾ എത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കത് ചെയ്യാനുള്ള താല്പര്യമുണ്ട്, അതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലളിതാ സഹസ്രനാമം 40 മിനിറ്റ് ജപിക്കുക എന്നുള്ള നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ വിട്ടു പോകില്ല. നമ്മൾ സിൻസിയർ ആണെങ്കിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ സിൻസിയർ ആയിട്ടാണ് നമ്മൾ ഈ സാധന പ്രാക്ടീസസിനെ അല്ലെങ്കിൽ ദേവിയെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് നമ്മളെ വിട്ടു ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. അത് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ അതിനൊരു തിരിച്ചുപോക്കില്ല കേട്ടോ. ലളിത സഹസ്രനാമമൊക്കെ സീരിയസ് ആയിട്ട് ജപിച്ചു തുടങ്ങിയ ആൾക്കാർ പിന്നെ വളരെ സീരിയസ് ആയിട്ട് ജപിക്കുന്നവര്, എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പൊ ചില ആളുകൾ പ്രസവത്തിന്റെ സമയത്ത് മാത്രം, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി 41 ദിവസം ജപിക്കുക, 3 മാസം ജപിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് നിർത്തുന്നവരെ അറിയാം. പക്ഷെ അതല്ല, നമുക്കിപ്പോൾ സീരിയസ് ആയിട്ടൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ലൈഫിലേക്ക് കൊണ്ടുവരണം. ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകണം, എനിക്ക് എന്താണ് ലൈഫിനെ കുറച്ചും കൂടെ, വാട്ട് ഇസ് എക്സാക്ട് മീനിങ് ഓഫ് ലൈഫ്, എനിക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണം. ഈ ഒരു ഊണ്, ഉറക്കം, ജോലി, സമ്പാദ്യം, ബന്ധങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്ത് ദർ ഇസ് സംതിങ് ബിയോണ്ട് ഓൾ ദിസ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതിലേക്ക് കാൽച്ചുവട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്നൊരു തിരിച്ചുപോക്കില്ല, പിന്നെ അത് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുള്ളൂ. ഇത് ആദ്യ പടിയായിട്ടാണ് ലളിത സഹസ്രനാമം. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീവിദ്യ ഉപാസന, മറ്റു പല ദേവി ഉപാസനകളുടെ മറ്റു പല തലങ്ങളിലേക്ക്, സ്പിരിച്വൽ ആധ്യാത്മികതയുടെ മറ്റു പല തലങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകാൻ ഈ ഒരൊറ്റ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ നമുക്ക് പറ്റും. എൻ്റെ ജീവിതം അതിനനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്ന ഓരോ വാക്കും അത് ജീവിതത്തിലെ അനുഭവം ഉള്ള ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. അനുഭവിച്ചറിഞ്ഞ് എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യത്തിന്റെ വിശ്വാസ്യതയെ സംശയിക്കേണ്ട കാര്യമില്ല. ജപിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. തുടങ്ങിക്കിട്ടുക, സ്ഥിരമായിട്ട് അത് ജപിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക. ചില ദിവസം ഉണ്ടാവൂലേ നമുക്ക് വളരെ ഓവർവെൽഡ് ആയിട്ട്, വളരെ ടയേർഡ് ആയിട്ട്, നമുക്കിന്നൊന്നും ചെയ്യാൻ മൂടില്ല, വയ്യ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളുണ്ടാവും. എങ്കിലും നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് പതുക്കെ ഈ ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് വൺ തിങ്, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ ഈ ഒരു കാര്യം ഞാൻ ചെയ്യും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട്, അത് ലളിതാ സഹസ്രനാമം മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും ഈ ഒരു കാര്യം ഞാൻ എന്തായാലും ഇത് ഞാൻ മുടക്കം വരുത്തുന്നില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി അതിനെ എന്നും ദേവിയോട് പ്രാർത്ഥിക്കാം. ഒരു ദിവസം പോലും മുടങ്ങാതെ ജപിക്കാൻ, അമ്മയെ സ്മരിക്കാൻ എനിക്ക് പറ്റണേ എന്നുള്ള ഒരു സങ്കല്പം. അത് പറഞ്ഞപ്പോഴാണ് സങ്കല്പത്തിന്റെ കാര്യം. സങ്കല്പം വെച്ചിട്ടാണ് സാധാരണ ആളുകൾ കുറെ പേര് ജപിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന കാര്യം നടക്കാൻ, എന്താ പറയാ, ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടിയിട്ട് സങ്കല്പം വെച്ച് അതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പെറ്റമ്മയോട് ചോദിക്കുന്ന പോലെ തന്നെ ദേവിയോട് ചോദിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം? കറക്റ്റായിട്ട് ചോദിക്കണം. ഇപ്പൊ നമ്മളൊരു രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ആരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യണമെന്ന് തന്നെ കറക്റ്റായിട്ട് പറയണം. അല്ലാതെ നമ്മൾ ചോദിക്കുന്ന കാര്യം കറക്റ്റായിട്ട് ചോദിച്ചില്ലെങ്കിൽ
അത് കുറച്ചൊരു പ്രശ്നമായിട്ട് വരാനോ, അല്ലെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ടിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി എനിക്ക് സമ്പൂർണ്ണ ആരോഗ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ എനിക്ക് ഈ വേദന ഉണ്ട്, ആ വേദന ഉണ്ട്, അങ്ങനെ വേദന എന്നുള്ള കാര്യങ്ങളെയൊക്കെ കൂടുതൽ ഇങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി പറയാതെ എനിക്ക് ഇന്ന കാര്യത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം, എൻ്റെ അതുപോലെ എൻ്റെ ജോലിയിൽ വിജയം, അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ പോലെ നമ്മൾ ദേവതയോട് സംസാരിക്കാൻ ശ്രമിക്കണം. നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കേണ്ടതാണ് നമ്മുടെ ഉപാസനമൂർത്തിയോട്. നമ്മുടെ അമ്മയോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അതേ ഒരു ഓപ്പൺനെസ്സോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഉപാസനമൂർത്തിയെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുന്നതിലോ പറയുന്നതിലോ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതിലോ ഒന്നും പ്രശ്നമല്ല. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സും ചിന്തകളും വാക്കുകളും ഒക്കെ പോസിറ്റീവ് നോട്ടിൽ, ഒരു പോസിറ്റീവായ രീതിയിൽ നമ്മൾ ദേവതയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. മറ്റൊരു ചോദ്യമാണ്, തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അർത്ഥം അറിഞ്ഞു ചൊല്ലിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. പ്രശ്നമില്ല. തുടക്കക്കാർക്ക് അർത്ഥം അറിയണമെന്നോ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ ജപിച്ചു തുടങ്ങാം. എന്തിനാണ് പേടിക്കുന്നത്? പേടി മനസ്സിൽ നിന്നെടുത്ത് കളയാണ് ആദ്യം വേണ്ടത്. കാരണം സർവശക്തി സ്വരൂപിണിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഭജിക്കാൻ പോകുന്നത്. പിന്നെ എന്തിനെയാണ് പേടിക്കുന്നത്? അതുകൊണ്ട് ഇന്നത് ചെയ്താൽ കുഴപ്പമാവോ, അങ്ങനെ ചെയ്താൽ കുഴപ്പമാവോ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവോ എന്നുള്ള പേടിയെല്ലാം എടുത്തു കളയാം. കംപ്ലീറ്റ് സമർപ്പണമാണ്, ആത്മസമർപ്പണം. ദേവി, ഇനി എൻ്റെ ജീവിതം ദേവി നോക്കിക്കോളും എന്നുള്ള ആ ഒരു മുഴുവൻ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് നിങ്ങൾ ഒരു ഉപാസനാമൂർത്തിയെ സമീപിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള തെറ്റിന് ശിക്ഷയോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് അതിനെക്കുറിച്ച് വെറീഡ് ആവേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ ശ്രമിക്കണം. തെറ്റുകൂടാതെ ജപിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കില്ലല്ലോ, അറിയാതെ പറ്റുന്നതല്ലേ, അത് കുഴപ്പമില്ല. അറിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാനും അതിനെന്താ വേണ്ടത്, നല്ല രീതിയിൽ ജപിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ ഇപ്പോൾ, അത് ശ്രവിക്കുക. പുസ്തകം, നല്ല ബുക്സ് കോപ്പി വാങ്ങിച്ചിട്ട് ജപിക്കുക. അതുപോലെ ഈ ബുക്കാണ് ലളിതാ സഹസ്രനാമം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത ഈ ഒരു പുസ്തകമാണ് ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല പുസ്തകമാണ്. ഇതിൽ എന്താ പറയുക, എങ്ങനെ ജപിക്കണം, പിന്നെ ഛന്ദസ്, ഋഷി, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അമൃത മിഷൻ, അമൃതാനന്ദമയി ട്രസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഈ ഒരു പുസ്തകം ഇത് കിട്ടുവാണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ഇതൊരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇതിൽ കുറെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തുടക്കക്കാർക്ക് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് അമൃതാനന്ദമയി മിഷന്റെ ഈ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ലെങ്കിൽ ലളിത സഹസ്രനാമം, ഗുരുവായൂർ, പല അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, ബുക്ക് സ്റ്റാളുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുത്തിട്ട് അങ്ങനെ ജപിക്കേണ്ടവർക്ക് അങ്ങനെ ജപിക്കാം. എപ്പോഴും ഒരു കോപ്പി വെച്ച് നമ്മൾ ബൈ ഹാർട്ട് കാണാതെ ജപിക്കാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ തെറ്റാതെ പുസ്തകം നോക്കി ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ തെറ്റ് പറ്റുമോ എന്നുള്ള പേടി വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് പറയൂ, നമ്മളെ നമ്മുടെ പേര് തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ശിക്ഷിക്കുകയൊന്നുമില്ലല്ലോ, നമ്മൾ പറഞ്ഞു തിരുത്തുകയല്ലോ. അതേപോലെ ദേവി തിരുത്തിക്കോളും. ഇതുപോലെയുള്ള വീഡിയോസ്, പുസ്തകങ്ങള്, സത്സംഗങ്ങള്, നല്ല ആളുകള്, അങ്ങനെയൊക്കെയുള്ള പല വഴിയിൽ ദേവി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ തെറ്റുകൾ വഴിയെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പേടി, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഓവർ തിങ്കിങ്, ഭയം, ഇതൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളയുക. സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടി ദേവിയുടെ അടുത്ത് നമ്മളെ ആത്മസമർപ്പണം ചെയ്ത് ദേവിയെ ഭജിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ച് ഒരിക്കലും മുടക്കം വരാതെ ദേവിയെ ഭജിക്കാൻ, ലളിത സഹസ്രനാമം ജപിക്കാൻ എനിക്ക് സാധിക്കണേ എന്നുള്ള ഒരു സങ്കല്പം വെച്ച് നിങ്ങൾ തുടങ്ങി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളെ ദേവി കൈപിടിച്ച് ഉയർത്തും. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ നല്ല നല്ല വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, അത് കേട്ട് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റുപറ്റുന്നുള്ള ഭയം ഒഴിവാക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. ശരിക്കും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 2000 രൂപ റേഞ്ചിൽ നല്ല ഗുരുക്കന്മാര് അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ലളിത സഹസ്രനാമം, യതീഷ പോലുള്ള യൂട്യൂബ് ചാനൽ അവരൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ പല ഗുരുക്കന്മാര്, നമ്മുടെ ഗുരുമൂർത്തി സാറ്, അല്ലെങ്കിൽ രാംജി, ഡോക്ടർ രാമാനന്ദ്, അങ്ങനെയുള്ള ആളുകൾ ഇത് വളരെ 1-2 പേര് ഞാൻ പ്രത്യേകം പറയാം. പക്ഷെ പല ആളുകളും വളരെ ശാസ്ത്രീയമായ രീതിയിൽ
അത് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3000 റേഞ്ചിലാണ് അവരൊക്കെ പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ, കിട്ടും, അങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടും. ശാസ്ത്രീയമായിട്ട് ദീക്ഷ എടുത്ത് ഒരു അർത്ഥം അറിഞ്ഞ് ഗുരുവിന്റെ ശിക്ഷണത്തിൽ പഠിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്, അത് ഏറ്റവും നല്ല കാര്യമാണ്, ഉത്തമമായ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ, സാധ്യതയുള്ളവർ ചെയ്യാം. അതല്ലെങ്കിൽ ബേസിക്കലി ലളിത സഹസ്രനാമം ജപിക്കാൻ ഗുരുവിന്റെ ദീക്ഷ വേണമെന്നില്ല. സ്വന്തം വീട്ടിൽ വൃത്തിയായിട്ട്, മനസ്സ് ശുദ്ധമായിട്ട്, ആത്മസമർപ്പണത്തോടു കൂടി ഉള്ള ജപം ദേവിക്ക് എപ്പോഴും സ്വീകാര്യമാണ്. അതുകൊണ്ട് എന്താ പറയാ, തുടക്കക്കാർ അങ്ങനെ തുടങ്ങിക്കോളൂ. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ അതിനെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം, സ്വന്തമായിട്ട് ഇൻഫർമേഷൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കാനോ അതിനുള്ള സാഹചര്യം ഇല്ല, സീരിയസ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകണം, അതിനുള്ള സാമ്പത്തിക ചുറ്റുവട്ടമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുന്നത് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ വീട്ടിൽ നിത്യം ജപിച്ചു തുടങ്ങാം. പുലർച്ചെയോ സന്ധ്യയ്ക്കോ ശുദ്ധമായിട്ടുള്ള സമയത്ത് വളരെ സമാധാനത്തോടുകൂടി, ശാന്തമായ മനസ്സോടുകൂടി, ഭയമില്ലാതെ, ഓവർ തിങ്കിങ് ചെയ്യാതെ, ഇഷ്ടത്തോടുകൂടി കഷ്ടപ്പെട്ടിട്ടല്ല, ഇഷ്ടപ്പെട്ടിട്ട് നിത്യം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി എല്ലാവരും ലളിത സഹസ്രനാമം ജപിച്ചു തുടങ്ങിക്കോളൂ. ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ, മടി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ മക്കളെ അവര് സംസാരിച്ച് തുടങ്ങാൻ, വായിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ജപിച്ച് ശീലിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. എനിക്ക് അതാണ് പുതിയ തലമുറയിലുള്ള അമ്മമാരോടും അച്ഛന്മാരോടും പറയാനുള്ളത്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വീട്ടിലുള്ള കുട്ടികളെ ലളിത സഹസ്രനാമം ജപിച്ച് പഠിപ്പിച്ചാൽ മതി നിങ്ങൾ, പിന്നെ അവർ അങ്ങനെ കയറി പോയിക്കോളും. പിന്നെ അവരെ നമുക്ക് വേറെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് വേറെ ഒന്നും ഉദ്ദേശിച്ചത് ആധ്യാത്മികതയിലാട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ അവര് മറ്റുള്ള പഠനകാര്യമല്ല. പക്ഷെ ലളിത സഹസ്രനാമം ജപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു, കാരണം ഇച്ഛാശക്തി ക്രിയാശക്തി സ്വരൂപിണിയാണല്ലോ ദേവി. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി അല്ലെ. അപ്പോൾ ദേവിയുടെ അടുത്ത് വന്ന് ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സവിശേഷതകളുള്ള ആൾക്കാരായിട്ട് മാറും. അപ്പോൾ കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ധൈര്യം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയി MBBS ഒക്കെ കഴിഞ്ഞ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? സപ്പോർട്ട് സിസ്റ്റം ഇല്ല, വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ടോപ്പിക് അത് തന്നെ ഉണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ധൈര്യമില്ലായ്മയാണ്, പേടിയാണ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും, ഓവർ തിങ്കിങ്, ആലോചനയാണ്, ആശയക്കുഴപ്പങ്ങളാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. അല്ലാതെ സാധാരണ പ്രാഥമിക എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല. അല്ലെങ്കിൽ ഇത്രയും ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? പെൺകുട്ടികളുടെയും ആൺകുട്ടികളും ഉണ്ടാവുമായിരിക്കും കുറെ പേര് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നവർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മുടെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യം. അങ്ങനെയുള്ളവർ തളരില്ല. എന്ത് വന്നാലും എനിക്ക് എന്റെ ഉപാസനാമൂർത്തി ഉണ്ട്, ഞാൻ ലളിത സഹസ്രനാമം ചൊല്ലുന്ന ആളാണെങ്കിൽ എന്റെ ദേവി എന്നെ പ്രൊട്ടക്ട് ചെയ്തോളും. ഒരു കവചം പോലെ ആ ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ അത് പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഞാൻ പറയാണ്, മാതാപിതാക്കളും അതുപോലെ കുട്ടികൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലീഡ് ബൈ എക്സാമ്പിൾ. മാതാപിതാക്കൾ അങ്ങനെ ചെയ്യണം അല്ലേ? അപ്പോൾ മാതാപിതാക്കൾ അതിനുവേണ്ടി ശ്രദ്ധിക്കുക, നിങ്ങളും ജപിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, സ്ഥിരമായിട്ട് ചെയ്യാനുള്ള, സ്ഥിരമായിട്ട് മുടക്കം വരാതെ ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് തുടക്കക്കാരാകെ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും തനിയെ എന്താ പറയുക, തടസ്സങ്ങൾ മാറിപ്പോവും. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങും, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അർത്ഥം മനസ്സിലാക്കുന്നത് അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ഥിരമായിട്ട് ജപിക്കുക, മുടക്കം വരാതെ എന്നും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിന് ജപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജപിച്ചു തുടങ്ങുക, മടി കൂടാതെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ലളിത സഹസ്രനാമം ജപിച്ച്, ഞാൻ ലളിത സഹസ്രനാമത്തെ ബ്രാൻഡ് അംബാസിഡർ ഒന്നല്ല കേട്ടോ, എന്നാലും പറയാണ്, ഇറ്റ് ഈസ് ലൈഫ് ചേഞ്ചിങ്. അത് വളരെ ജീവിതത്തിൽ എന്താ പറയുക, ജീവിതം മാറ്റാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സാധാരണക്കാര് ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട, ഇത് വലിയ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയി ഇറങ്ങിച്ചെന്നവർക്ക് മാത്രമുള്ളതൊന്നല്ല, സാധാരണക്കാർക്ക് ഒരു പേടിയും കൂടാതെ വീട്ടിൽ ജപിച്ചു തുടങ്ങാൻ ഉള്ള ഒരു ജപമാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് എല്ലാവരും അതിനുവേണ്ടി സമയം കണ്ടെത്തണം. നിങ്ങളുടെ എത്ര ബിസി സ്കെഡ്യൂൾ ആണെങ്കിലും കുറച്ച് സമയം, ഒരു 40 മിനിറ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാത്തിലും ഉപരി ആധ്യാത്മിക പ്രോഗ്രസ്, സ്പിരിച്വൽ പ്രോഗ്രസ്സും ഉണ്ടാക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് സെൻസിലെടുക്കുക. എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ അല്ല, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്.
ഞാൻ പറയുന്ന കാര്യം റൈറ്റ് സെൻസിൽ സ്വീകരിച്ച് എല്ലാവരും ലളിത സഹസ്രനാമം ജപിച്ചു തുടങ്ങണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മാത്രേ നമഃ.